ഇന്ന് നമ്മൾ ബനാറസി ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ഒരു പാകിസ്ഥാനി അല്ലെങ്കിൽ ഒരു കാശ്മീരി ടൈപ്പ് ഓഫ് ഗൗണാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഈ മെറ്റീരിയൽ നമുക്ക് കസ്റ്റമർ തന്നെ കൊണ്ടു തന്നിട്ടുള്ളായിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ ഈ ഒരു ഹെവി ലേസ് ഡീറ്റെയിലിങ്ങും കൊടുക്കുന്നുണ്ട്. നെക്ക് പോർഷനിലായിട്ടാണ് കേട്ടോ ഈ ഒരു ലേസ് വർക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. 12 പാനലായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗൗണ് ചെയ്തെടുക്കുന്നത്. ഈ ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആൾ എൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. ആളുടെ സ്റ്റൈലൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഒക്കെ ഭയങ്കര ഹെവി ആയിട്ടാണ് ആൾ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. എല്ലാം കൂടുതലും ഇടുന്ന ഗൗണായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറ്. അതും പാനൽ കട്ടിൽ തന്നെയാണ് കേട്ടോ കൂടുതലും ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഭയങ്കര ഹെവി പാറ്റേൺ ആണ് എപ്പോഴും കസ്റ്റമർ ഈ ഒരാൾ ചൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ. ചില ആൾക്കാർ ഭയങ്കര മിനിമലായിട്ടാണ് ചെയ്യിപ്പിക്കുക, ചില ആൾക്കാർക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നണം. നമ്മളെങ്ങനെ കാണാനാണോ നമുക്കിഷ്ടം ആ ഒരു രീതിക്കുള്ള ഡ്രസ്സിങ് ആയിരിക്കുമല്ലോ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുക അല്ലേ. ഇതുപോലെ വി ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഈ നെക്കിൽ ഈ ഡീറ്റെയിലിങ് ലേസ് ഡീറ്റെയിലിങ് കൊടുക്കുന്നത്. അത് 2 ലെയറായിട്ടാണ് കൊടുക്കുന്നത്. വേറെ പ്രത്യേകിച്ചിട്ടൊരു വർക്കും ഈ ഒരു ഗൗണിൽ നമ്മൾ ചെയ്തെടുക്കുന്നില്ല. ഈ ഒരു ലേസ് അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് തന്നെ അതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നതും. നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കാണാം. കസ്റ്റമർ വേറെ ചെയ്തിട്ടുള്ള ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ മാനിക്യൂണിൽ ഇട്ടിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ ആവശ്യമാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്, അതിലേക്കൊന്ന് DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. ഇന്ന് നമ്മൾ ബനാറസി ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ഒരു പാകിസ്ഥാനി അല്ലെങ്കിൽ ഒരു കാശ്മീരി ടൈപ്പ് ഓഫ് ഗൗണാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഈ മെറ്റീരിയൽ നമുക്ക് കസ്റ്റമർ തന്നെ കൊണ്ടു തന്നിട്ടുള്ളായിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ ഈ ഒരു ഹെവി ലേസ് ഡീറ്റെയിലിങ്ങും കൊടുക്കുന്നുണ്ട്. നെക്ക് പോർഷനിലായിട്ടാണ് കേട്ടോ ഈ ഒരു ലേസ് വർക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. 12 പാനലായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗൗണ് ചെയ്തെടുക്കുന്നത്. ഈ ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആൾ എൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. ആളുടെ സ്റ്റൈലൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഒക്കെ ഭയങ്കര ഹെവി ആയിട്ടാണ് ആൾ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. എല്ലാം കൂടുതലും ഇടുന്ന ഗൗണായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറ്. അതും പാനൽ കട്ടിൽ തന്നെയാണ് കേട്ടോ കൂടുതലും ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഭയങ്കര ഹെവി പാറ്റേൺ ആണ് എപ്പോഴും കസ്റ്റമർ ഈ ഒരാൾ ചൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ. ചില ആൾക്കാർ ഭയങ്കര മിനിമലായിട്ടാണ് ചെയ്യിപ്പിക്കുക, ചില ആൾക്കാർക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നണം. നമ്മളെങ്ങനെ കാണാനാണോ നമുക്കിഷ്ടം ആ ഒരു രീതിക്കുള്ള ഡ്രസ്സിങ് ആയിരിക്കുമല്ലോ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുക അല്ലേ. ഇതുപോലെ വി ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഈ നെക്കിൽ ഈ ഡീറ്റെയിലിങ് ലേസ് ഡീറ്റെയിലിങ് കൊടുക്കുന്നത്. അത് 2 ലെയറായിട്ടാണ് കൊടുക്കുന്നത്. വേറെ പ്രത്യേകിച്ചിട്ടൊരു വർക്കും ഈ ഒരു